ഹായ്, അഷ്റഫ് ചിറ്റാറയിലാണ്, പാലക്കാട്. മരണം നമ്മുടെ ശവസംസ്കാരത്തിന് ശേഷം സാധാരണയായി എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കറിയാം. സ്വന്തക്കാരുടെ കരച്ചിലിൻ്റെ ശബ്ദം ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ പൂർണ്ണമായും നിലയ്ക്കും. ബന്ധുക്കൾക്കായി ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം ഓർഡർ ചെയ്യാൻ കുടുംബം ഒത്തുചേരും. കൊച്ചുമക്കൾ ഓടിക്കളിക്കുന്നു. ചിലർ നമ്മളെക്കുറിച്ച് ചില സെൻസിറ്റീവ് അഭിപ്രായങ്ങൾ പറയും. അടിയന്തര സാഹചര്യം കാരണം മകൾക്ക് നേരിട്ട് വരാൻ കഴിയില്ലെന്ന് ഒരു ബന്ധു ഫോണിൽ സംസാരിക്കുന്നു. വരും ദിവസങ്ങളിൽ നിങ്ങൾ മരിച്ചെന്നറിയാതെ ചില കോളുകൾ നിങ്ങളുടെ ഫോണിലേക്ക് വരാം. നമ്മുടെ സ്ഥാനത്ത് ഒരാളെ കണ്ടെത്താൻ നമ്മളുടെ ഓഫീസ് തിടുക്കം കിട്ടും. നമ്മുടെ മരണ വാർത്തയ്ക്ക് ഒരാഴ്ചയ്ക്ക് ശേഷം നമ്മുടെ മുൻ പോസ്റ്റ് എന്താണെന്ന് അറിയാൻ ചില ഫേസ്ബുക്ക് സുഹൃത്തുക്കൾ ആകാംക്ഷയോടെ തിരഞ്ഞേക്കാം. 2 ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങളുടെ മകനും മകളും അവരുടെ എമർജൻസി ലീവ് കഴിഞ്ഞ് ജോലിയിൽ തിരിച്ചെത്തും. മാസാവസാനത്തോടെ നമ്മുടെ ഇണയും ഒരു കോമഡി ഷോ കണ്ട് ചിരിക്കും. നമ്മുടെ അടുത്ത ബന്ധങ്ങൾ വരും മാസങ്ങളിൽ സിനിമയ്ക്കും ഉല്ലാസയാത്രകളിലേക്കും പോയി തുടങ്ങും. എല്ലാവരുടെയും ജീവിതം സാധാരണമായിരിക്കും. നമ്മൾ ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്ന രീതിക്ക് ഒരു വലിയ മരത്തിൻ്റെ ഉണങ്ങിയ ഇലയുമായി വലിയ വ്യത്യാസമില്ല. എല്ലാം വളരെ എളുപ്പത്തിൽ, വളരെ വേഗത്തിൽ, ഒരു ചലനവുമില്ലാതെ സംഭവിക്കുന്നു. മഴ പെയ്യുന്നു, തിരഞ്ഞെടുപ്പ് വരുന്നു, ബസ്സുകളിൽ പതിവ് പോലെ തിരക്ക്, ഒരു നടിയുടെ വിവാഹം, ഉത്സവം വരുന്നു, ലോകകപ്പ് ക്രിക്കറ്റ് പ്ലാൻ ചെയ്തതുപോലെ പോകുന്നു, പൂക്കൾ വിരിയുന്നു, നിങ്ങളുടെ വളർത്തുനായ അടുത്ത നായ്ക്കുട്ടിക്ക് ജന്മം നൽകുന്നു. ഈ ലോകം അതിശയകരമായ വേഗതയിൽ നമ്മൾ മറക്കപ്പെടും. അതേസമയം നമ്മളുടെ 1-ാം വർഷ ചരമവാർഷികം അതിഗംഭീരമായി ആഘോഷിക്കും. ഒരു കണ്ണിമവെപ്പിൽ വർഷങ്ങൾ കടന്നുപോയി. നമ്മളെക്കുറിച്ച് സംസാരിക്കാൻ ആരുമില്ല. ചിലപ്പോൾ ഒരു ദിവസം പഴയ ചിത്രങ്ങൾ നോക്കുമ്പോൾ നമ്മുടെ അടുത്ത ബന്ധത്തിൽ ഒരാൾക്ക് ചിലപ്പോൾ നമ്മളെ ഓർമ്മ വന്നേക്കാം. നമ്മുടെ ജന്മനാട്ടിൽ ഒരാൾക്ക് മാത്രമേ ചിലപ്പോൾ നമ്മൾ കണ്ടുമുട്ടിയ ആയിരക്കണക്കിന് ആളുകളിൽ നമ്മളെക്കുറിച്ച് ഓർക്കാനും സംസാരിക്കാനും കഴിയൂ. പുനർജന്മം അങ്ങനെയൊന്നുമില്ല. ഇനിയിപ്പോൾ ആണെങ്കിൽ നമ്മൾ മറ്റാരെങ്കിലും പോലെ മറ്റെവിടെയെങ്കിലും ജീവിക്കുകയായിരിക്കും. അതല്ലെങ്കിൽ നമ്മളൊന്നുമല്ല, പതിറ്റാണ്ടുകളോളം ഇരുട്ടുന്ന അറയിൽ മുങ്ങിപ്പോകും. നമ്മളെ മറക്കാൻ ആളുകൾ കാത്തിരിക്കുകയാണ് എളുപ്പത്തിൽ. പിന്നെ നമ്മൾ എന്തിനാണ് തിരക്ക് കൂട്ടിയിട്ട് ഓടുന്നത്? പിന്നെ നമ്മൾ എന്തിനെക്കുറിച്ച് ഓർത്താണ് വിഷമിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും 80% നമ്മുടെ ബന്ധുക്കളും അയൽക്കാരും നമ്മളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്ന് കരുതുന്നു. അവരെ തൃപ്തിപ്പെടുത്താനാണോ നമ്മൾ ജീവിതം നയിക്കുന്നത്? ഒരു പ്രയോജനവുമില്ല. ജീവിതം ഒരിക്കൽ മാത്രം സംഭവിക്കുന്നു. അത് പൂർണ്ണമായി ജീവിക്കുക. അതെ, ആവശ്യമുള്ള സമയത്ത് എല്ലാവരെയും സ്നേഹിക്കാനും സ്നേഹപൂർവ്വം സഹായിക്കാനും ശ്രമിക്കുക. അവർ നമ്മളെ എപ്പോഴും ഓർക്കും. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.